ഇനി വിമാനയാത്ര വലിയ സാമ്പത്തിക ബാധ്യതയാകും. പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് വിമാനയാത്ര പൊള്ളും. യാത്രാ ചെലവ് വർദ്ധിക്കുന്നത് വിനോദസഞ്ചാരികൾക്ക് വലിയ തിരിച്ചടിയാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം കൊണ്ടുതന്നെ വിമാനയാത്രാ സൗകര്യവും സർവീസുകളും തകിടം മറിഞ്ഞ മട്ടിലാണ്. എന്നാൽ ഇതാ മറ്റൊരാശങ്ക കൂടെ വർദ്ധിക്കുകയാണ്. ഈ വേനൽക്കാലത്ത് വിമാനയാത്ര വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുമെന്ന് തന്നെയാണ് കണക്കുകളും പ്രതീക്ഷകളും സൂചിപ്പിക്കുന്നത്. ഇന്ധന സർചാർജും വർദ്ധിച്ചു വരുന്ന പ്രവർത്തന ചെലവുമാണ് ഇത്തരത്തിൽ വിമാന നിരക്കുകൾ ഉയരാനുള്ള കാരണങ്ങൾ. 5 മുതൽ 10% വരെയാണ് ആഭ്യന്തര വിമാന നിരക്കുകളിലുള്ള വർധനവ്. ഹ്രസ്വദൂര അന്താരാഷ്ട്ര റൂട്ടുകളിൽ ഇത് 20 മുതൽ 30% വരെയാണ് രേഖപ്പെടുത്തുന്നത്. എന്നാൽ ഇതുമാത്രമല്ല, വിമാന നിരക്ക് ഉയരാനുള്ള പ്രധാന കാരണം വിമാന ഇന്ധനത്തിന്റെ വില ഏപ്രിൽ 1 മുതൽ പരിഷ്കരിക്കുമെന്ന് തന്നെയാണ്. ഈ വർഷം ഇത് ഇരട്ടിയിലധികം പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ് വിമാന കമ്പനികൾ പറയുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ പ്രവർത്തന ചെലവ് വർദ്ധിപ്പിക്കുന്നതാണ് ഇത്തരത്തിൽ മാറ്റം വരാനുള്ള കാരണം. കൂടാതെ ശക്തമായ അവധിക്കാല ഡിമാൻഡും ഉയർന്നുവന്ന ഇന്ധനച്ചെലവും വിമാനങ്ങളുടെ ലഭ്യതക്കുറവും എന്നിവയും ആഭ്യന്തര നിരക്കുകൾ ഉയരാൻ പ്രധാന കാരണമായിട്ടുണ്ട്. കൂടാതെ വിമാനയാത്രാ പ്രതിസന്ധിയെല്ലാം ടൂറിസത്തിനാണ് കനത്ത തിരിച്ചടിയായിരിക്കുന്നത്. വിനോദസഞ്ചാര സമയമായതുകൊണ്ട് തന്നെ യാത്രാ ചെലവ് വർദ്ധിക്കുന്നത് വിനോദസഞ്ചാരികൾക്ക് വലിയ തിരിച്ചടിയാണ്. യാത്രാ പാക്കേജുകളെയും ഈ വർധനവ് ബാധിക്കുന്നുണ്ട്. ചില റൂട്ടുകളിൽ ഹോളിഡേ പാക്കേജ് നിരക്കുകളിൽ വലിയ വർധനവാണുള്ളത്. മാത്രമല്ല, ഉയർന്ന നിരക്കുകൾ കാരണം സഞ്ചാരികളുടെ യാത്രാരീതികളും ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.